ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇസ്രായേലിൻ്റെ ഗോഡ് ഫാദർ അമേരിക്ക, ബ്രിട്ടൻ അല്ലെങ്കിൽ അതുപോലുള്ള യൂറോപ്യൻ നേറ്റോ സഖ്യം ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെയും നമ്മൾ ഇസ്രായേൽ ഗാസ, അതായത് ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്തും അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷവും പിന്നെ ഹെസ്ബുള, ഹൂതീസ്, അപ്പോൾ ഇവരെല്ലാം വാർ തിയേറ്ററിൽ അപ്പിയർ ചെയ്ത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ട പലതരത്തിലുള്ള ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ അല്ലെങ്കിൽ വെസ്റ്റിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറാൻ്റെ പ്രോക്സീസ് എന്നും പറഞ്ഞുകൊണ്ട് ഇല്ലേ പറ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ഒക്കെ നടക്കുമ്പോഴും അല്ലെങ്കിൽ അതൊക്കെ അരങ്ങേറുമ്പോഴും ഇസ്രായേലിൻ്റെയും ഇസ്രായേലിൻ്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള US ലെഡ് വെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നേറ്റോയുടെയും ആത്യന്തികമായിട്ടുള്ള അവരുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇറാനാണ് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ്. ഇറാനിലെ റെജീം ചേഞ്ച് അല്ലെങ്കിൽ ഭരണകൂടത്തെ മാറ്റുക, എന്നിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ അനുകൂലമായിട്ടുള്ള പണ്ട് ഷായെ അവരെങ്ങനെ അവിടെ പ്ലേസ് ചെയ്തു അതുപോലെ അനുകൂലമായിട്ടുള്ളൊരു പപ്പറ്റ് ഭരണകൂടത്തെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ അതിന് പറയുന്ന കാരണങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ പൊതുവെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു, മിസൈൽ ഉണ്ടാക്കുന്നു, ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുന്നു, ഇസ്രായേലിൻ്റെ എക്സിസ്റ്റൻസിന് ഇറാൻ ഭയങ്കര ത്രെട്ടാണ് എന്നൊക്കെയുള്ള കാരണങ്ങൾ. അത് നമ്മൾ ജിയോ പൊളിറ്റിക്കലി ഇതുള്ള പല കാരണങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. സൂപ്പർഫിഷ്യലാണ് അതെല്ലാം. എന്നുവെച്ചാൽ ഉപരിപ്ലവമാണ്. അതായിരിക്കത്തില്ല നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്ന കാരണങ്ങളായിരിക്കത്തില്ല കൃത്യമായിട്ടുള്ള അതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്തായാലും ഇസ്രായേൽ വളരെ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ, പക്ഷേ എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു, പഴയ എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു ഇസ്രായേൽ തീർച്ചയായിട്ടും ഇറാൻ്റെ മുകളിൽ വ്യാപകമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു മിലിറ്ററി സ്ട്രൈക്ക് തുടങ്ങി വെക്കും അല്ലെങ്കിൽ അത് ഉണ്ടാക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇസ്രായേൽ നടത്തിയ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറയുന്നതിന് പോലെ തന്നെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഏകദേശം 200ഓളം ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇറാൻ്റെ 100ൽ പരം വരുന്ന മിലിറ്ററി ന്യൂക്ലിയർ സൈറ്റ്സ് അല്ലെങ്കിൽ ടാർഗറ്റ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിയ ഒരു ആക്രമണം വളരെ ശക്തിയായിട്ടുള്ള വളരെ ഫോഴ്സ്ഫുള്ളായിട്ടുള്ളൊരു സ്ട്രൈക്ക് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രസ്സിനെ തടയുക എന്നുള്ളതായിരുന്നു, അതിനെ ഹോൾട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ അവരെ ഒത്തിരി വർഷം പുറമോട്ട് പിടിച്ചു വലിക്കുക എന്നുള്ളത്. കാരണം ഇപ്പം അവരുടെ വളരെ തന്ത്രപരമായിട്ടുള്ള ഇറാൻ്റെ ഈ പറഞ്ഞ ടാർഗറ്റ്സ് ഒക്കെ പിന്നെ ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയർ സൈറ്റ്സും ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് അവരുടെ ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാമിനെയൊക്കെ ഒത്തിരി വർഷത്തേക്ക് അവർക്ക് പുറമോട്ട് പിടിച്ചു വലിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയൊക്കെ സംബന്ധിച്ച് ഒരു വലിയൊരു വിജയം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിന് റെസ്പോൺസായിട്ട് ഇറാൻ നൂറുകണക്കിന് ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയച്ചു എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ യുദ്ധം ഏകദേശം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള തിരിച്ചടികൾ അല്ലെങ്കിൽ റീറ്റാലിയേഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇത്രയും എന്താ പറയുന്നത് ഒരു വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഇസ്രായേലി സ്ട്രൈക്ക് ഇറാൻ്റെ മുകളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇറാൻ അതിനെ ഒന്നും തിരിച്ചു ചെയ്യാതെ കൈ കെട്ടി നോക്കിയിരിക്കത്തില്ല എന്നുള്ളതായിരുന്നു അതൊരു വാറിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ തീർച്ചയായിട്ടും നമ്മള്. കാരണം അത് ഇറാനെ സംബന്ധിച്ച് ഇപ്പം ഇന്ത്യയിലും പാകിസ്ഥാനായാലും ഇപ്പോൾ പാകിസ്ഥാനെതിരെ നമ്മൾ ആക്രമണം നടത്തിയപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ച് ഉള്ള റിട്ടാലിയേഷൻ അല്ലെങ്കിൽ തിരിച്ചടി പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ളതായിരുന്നു നമുക്കറിയാം. പക്ഷേ ഏത് രീതിയിൽ എങ്ങനെ എപ്പോൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ അറിവില്ലാത്ത പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെ ഇറാന് കഴിയുന്ന രീതിയിൽ, കാരണം ഇറാൻ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ എന്താണ് പറയുന്നത് ഈ വളരെ കുറച്ച് കാണാൻ പറ്റുന്ന ഒരു ശക്തിയല്ല ഇറാൻ്റെ പക്കൽ. തീർച്ചയായിട്ടും ആയുധങ്ങൾ ഉണ്ട്, പ്രഹരശേഷിയുള്ള ആയുധങ്ങളുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഇഷ്ടം പോലെ ആയിരക്കണക്കിന്. അപ്പോൾ ഇസ്രായേൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് കൊണ്ട് അവർ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ അവരുടെ ഈ ബാലിസ്റ്റിക് മിസൈൽ സൈറ്റുകളും അല്ലെങ്കിൽ
ഡ്രോൺ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഫാക്ടറീസ് അല്ലെങ്കിൽ വെയർഹൗസ് ഒക്കെ തന്നെ തകർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ. അങ്ങനെ ഇറാന് തിരിച്ചടിക്കാൻ കഴിയുന്ന ആ ഒരു കപ്പാസിറ്റിയെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ശരിക്കുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇസ്രായേലിൻ്റെ അസ്തിത്വത്തിന്, എക്സിസ്റ്റൻസിന് ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് മിഡിൽ ഈസ്റ്റിലെ ഇറാൻ എന്നുള്ളത് എന്നാണ് നെതന്യാഹുവും അല്ലെങ്കിൽ അമേരിക്കയും ഒക്കെ തന്നെ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനൊരു ശക്തി അവിടെ നിലനിൽക്കുമ്പോൾ ഇസ്രായേലിന് ഭീഷണിയായിട്ട്, കാരണം ഇറാനും പല പ്രാവശ്യം ഇറാന്റെ പല ഭരണകൂടങ്ങളും അത് ഇസ്രായേലിനെ ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കം ചെയ്യുമെന്നൊക്കെ തന്നെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്, അങ്ങനെ സാധിക്കത്തില്ലെങ്കിൽ തന്നെയും. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇസ്രായേൽ പിന്നെ മുന്നേക്കൂട്ടി ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേൽ എന്നുള്ള രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ രാജ്യസുരക്ഷയുടെയും അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെയൊക്കെ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അല്ലറ ചില്ലറ വിഷയങ്ങളുണ്ടായിരുന്നില്ല. ഇസ്രായേൽ അങ്ങോട്ടും ഈ ഇറാൻ ഇങ്ങോട്ടും ഒക്കെ തന്നെ ചില ലിമിറ്റഡ് ആയിട്ടുള്ളൊരു വാർ നടത്തിയിരുന്നെങ്കിൽ തന്നെയും ഒരുപക്ഷെ അതിനേക്കാളിലും കൂടുതൽ നീണ്ടു നിൽക്കുന്ന വ്യാപകമായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് ഇത് മാറിയേക്കാം എന്നുള്ള വിലയിരുത്തലുകൾ നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. US പറയുന്നത് US ഇതിനകത്ത് യാതൊരു റോളും ഇല്ലെന്നാണ്. പക്ഷേ അത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ നടത്തുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ US, UK ആക്സസിന് വേണ്ടിയാണെന്നുള്ള കാര്യം അത് ജിയോ പൊളിറ്റിക്സ് അറിയാവുന്ന, ശരിക്കും അറിയാവുന്ന, അതിൻ്റെ സത്യാവസ്ഥ അറിയാവുന്ന ആൾക്കാർക്കറിയാം. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യമാണെങ്കിൽ തന്നെയും ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ പടിഞ്ഞാറൻ ശക്തികൾക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. അപ്പം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഞങ്ങൾക്കിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാലും ശരി, അത് നമുക്ക് വിശ്വസനീയമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അതിനെ എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് US പിന്തുണ ഇല്ലായിരുന്നിട്ടും, എന്നുവെച്ചാൽ US ഒരു ഗ്രീൻ സിഗ്നൽ കാണിക്കാഞ്ഞിട്ട് ഇസ്രായേൽ എന്തുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ഈ പെട്ടെന്ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ, ഈ തിടുക്കത്തിന് പിന്നിൽ എന്താണ് കാരണം? ഇറാൻ ഓഫ് കോഴ്സ് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം അവരത് പറയുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പോൾ രണ്ട് രീതിയിലുണ്ട്. വെപ്പൺ പ്രോഗ്രാം ഉണ്ട്, പീസ്ഫുൾ ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ട്. പീസ്ഫുൾ ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ എനർജി, കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, അങ്ങനെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പീസ്ഫുൾ ആയിട്ടുള്ള ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെപ്പൺ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ആയുധങ്ങളാണ്, ആയുധങ്ങൾ നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിർമ്മിക്കുന്നതാണ് പിന്നെ വെപ്പൺസ് പ്രോഗ്രാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സമ്പുഷ്ടീകരണ പരീക്ഷണങ്ങൾ, ഇറാൻ നടത്തുന്ന ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാംസ് ആണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിൻ്റെ ക്ലെയിം അതാണ്. അപ്പോൾ ഈ പറഞ്ഞ ആണവ പരീക്ഷണം നിർത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ് ഇസ്രായേൽ പണ്ട് മുതലേ നടത്തുന്നുണ്ട്. അപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ 15 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇറാനിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മിന്നൽ ഈ പറഞ്ഞൊരു ഫാസ്റ്റായിട്ടുള്ള ഇസ്രായേലിൻ്റെ നീക്കം എന്നാണ് ഇസ്രായേലിലെ സൈന്യത്തിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിനപ്പുറത്ത് വേറെ ചില കാരണങ്ങൾ ഉണ്ടാകാം എന്നാണ് ഈ വെള്ളിയാഴ്ചയുണ്ടായ ആക്രമണത്തിന്, പുലർച്ചെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ. കാരണം നമുക്കത് തീർച്ചയായിട്ടും പല രാജ്യത്തെ, പ്രത്യേകിച്ച് ഇതുപോലുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള ചില വിഷയങ്ങളുമായിട്ടും പല രാജ്യങ്ങളും യുദ്ധം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അയൽപക്കത്തുള്ള അല്ലെങ്കിൽ അതിർത്തിയിലുള്ള അവർ ശത്രു എന്ന് മുദ്ര കുത്തപ്പെട്ട രാജ്യങ്ങൾക്കെതിരെ അക്രമങ്ങൾ, മിലിറ്ററീസ് എന്താണ് പറയുന്നത്, യുദ്ധങ്ങൾ ആരംഭിക്കാറുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെയും നെതന്യാഹുവിൻ്റെ കാര്യം ആഭ്യന്തരമായിട്ട് അവരുടെ രാഷ്ട്രീയ തലത്തിലൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അതിനൊരു എന്താണ് പറയുന്നത്, ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയുമാകാം ഇപ്പോൾ ഈ തിടുക്കത്തിൽ ഇറാനെ ആക്രമിക്കുന്ന ഒരു പിന്നെ അതിൻ്റെ കാരണം ഇതായിരിക്കാമെന്നും പല റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പല പിന്നെ ഇതിനെ വിശകലനം ചെയ്യുന്ന എക്സ്പേർട്സ് പറയുന്നുണ്ട്. അപ്പോൾ US-ഉം ഇറാനും തമ്മിൽ ഈ ആണവ പരിപാടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6ാം വട്ട ചർച്ച ഒമാനിൽ ഈ വരുന്ന ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ് ഇങ്ങനെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടാകുന്നത്. അത് നമുക്കൊരിക്കലും അമേരിക്ക അറിഞ്ഞില്ല, അമേരിക്കൻ ഭരണകൂടത്തിന് ഇത് അറിയത്തില്ല, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഗ്രീൻ സിഗ്നൽ ഇല്ല എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ വളരെ ഇല്ലേ
പലതാണ്. അത് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. വർഷങ്ങൾ കഴിഞ്ഞത് ഇന്ത്യയൊക്കെ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ഈ ഇന്റലിജൻസ് ഒക്കെ ഡീക്ലാസിഫൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ അന്ന് എന്താണ് നടന്നെന്നുള്ളത്. ഇപ്പോൾ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ, പ്രസ്താവനകൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതൊക്കെ യുദ്ധത്തിന്റെ തന്ത്രങ്ങളാണ് തീർച്ചയായിട്ടും തമ്മിൽ. ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾ ഇസ്രായേലിനോട് പറഞ്ഞില്ല, ഞങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തില്ല, ഇസ്രായേൽ ഒറ്റയ്ക്കാണ് ചെയ്തത്, ഇസ്രായേലിന്റെ സ്വന്തം തീരുമാനമാണ് എന്നൊക്കെ അമേരിക്ക പറയുമായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും അമേരിക്ക അറിയാതെ, അമേരിക്കയും ബ്രിട്ടനും ഇതുപോലുള്ള ആക്സസ് അല്ലെങ്കിൽ ശക്തികൾ അറിയാതെ ഇസ്രായേൽ അവിടെ ഒരു മൂവ്മെന്റ് നടത്തത്തില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒമാനിൽ ഞായറാഴ്ച ഈ ഇറാനും അമേരിക്കയും തമ്മിൽ ആറാമത്തെ ഫേസിലുള്ള അവരുടെ ടോക്സ് അല്ലെങ്കിൽ ചർച്ചകൾ നടക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഇസ്രായേലിന് അനുകൂലമല്ലാത്ത, സ്വീകാര്യമല്ലാത്ത ചില വ്യവസ്ഥകൾ ഈ ഇതിനകത്തിലുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ചർച്ചയെ തടസ്സപ്പെടുത്താനും അല്ലെങ്കിൽ അതിനെ ചർച്ചയെ നള്ളിഫൈ ചെയ്യാനൊക്കെ, അങ്ങനെ ഒരു ചർച്ച നടക്കരുത്, അങ്ങനെ ഒരു ചർച്ച നടന്നാൽ തന്നെ ഇസ്രായേലിന് അനുകൂലമല്ലാത്ത വ്യവസ്ഥകൾ അതിനകത്തിൽ അംഗീകരിക്കപ്പെടരുത് എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ഇത്ര പെട്ടെന്ന് തിടുക്കത്തിൽ ഇറാനെ ആക്രമിച്ചത് എന്നുള്ള ഒരു, അതിന് വേറൊരു വേർഷനുണ്ട്, ഡയമെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് മൂന്നര ഭീഷണിയാണ് ഇസ്രായേൽ നേരിടുന്നതെന്നാണ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒരു അണുബോംബ് അല്ലെങ്കിൽ ആറ്റോമിക് പവറായിട്ട്, ഇല്ല, ന്യൂക്ലിയർ വെപ്പൺ പവറായിട്ട് മാറുന്നു. അത് തീർച്ചയായിട്ടും ഇസ്രായേലിന് മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും ഒരു ത്രെട്ടാണ് എന്നുള്ളൊരു പൊതുവേ ഉള്ളൊരു സമവാക്യം നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇസ്രായേലിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ സൗദി, UAE ഇതുപോലുള്ള രാജ്യങ്ങളാണ്. ഇസ്രായേൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ വലിയൊരു ശക്തിയായിട്ട് അവിടെ വളർന്നു വരികയാണെങ്കിൽ, ഒരു ന്യൂക്ലിയർ പവറായിട്ട് വളർന്നു വരികയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം റീജിയണൽ പവർ ബാലൻസ് മാറും. അപ്പോൾ അത് സൗദി അവിടുത്തെ വലിയൊരു സൂപ്പർ പവറാണ് ഗൾഫ് മിഡിൽ ഈസ്റ്റിൽ. UAE വളർന്നു വരുന്ന വലിയൊരു ശക്തിയായി മാറിക്കഴിഞ്ഞു. ടർക്കി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ടർക്കി ഇറാനും തമ്മിൽ ഇപ്പം പ്രത്യക്ഷമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇറാൻ വലിയൊരു ശക്തിയായി മാറുന്നത് ടർക്കിക്കും അതൊരു തലവേദനയാണ്. ടർക്കിയും സൗദിയും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുകയാണ്. കാരണം ഗൾഫിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക് രാജ്യങ്ങളുടെ തലവനാകാൻ വേണ്ടി. അപ്പം അങ്ങനെ പല ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് ഓഫ് പവർ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഒരു ആണവായുധ ശക്തിയായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് ഒരു ത്രെട്ടാണെന്നാണ്, അവരുടെ എക്സിസ്റ്റൻസിന് തന്നെ ത്രെട്ടാണെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണിയിൽ ഒന്നാമത്തെ തന്നെ. രണ്ട്, ഇറാൻ ഒരു ബാലിസ്റ്റിക് മിസൈൽ പവറാണ്. ഡ്രോൺ വൻതോതിൽ അവർ നിർമ്മിക്കുകയും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യമാണ്. ഏതാണ്ട് 2000-ൽ പരം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കയ്യിൽ ഉണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത് പെട്ടെന്ന് തന്നെ അവർക്ക് എന്താ പറയുന്നത്, അതിനെ ഇരട്ടിപ്പിക്കാനും വർദ്ധിപ്പിക്കാനും സാധിക്കും. അങ്ങനെയുള്ള പ്ലാൻ ഇറാന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇറാൻ തങ്ങളുടെ സാന്നിധ്യം, കാരണം വലിയൊരു പവർ പ്ലെയർ ആണ് ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇപ്പം ഇത്രയും പ്രോക്സികളെയൊക്കെ തന്നെ ഉണ്ടാക്കി ഇതിനെയൊക്കെ തീറ്റിപ്പോറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ നിസ്സാര കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഹൂത്തീസ് യമനിലെ, ഹെസ്ബുള്ള, ഹമാസ്, അല്ലെങ്കിൽ മറ്റ് ഇറാഖിലും ഒക്കെ തന്നെയുള്ള ഒത്തിരി പ്രോക്സീസ് ഇറാന്റെ നേതൃത്വത്തിലുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ ഇറാൻ തീർച്ചയായിട്ടും അവിടെ വലിയൊരു റീജിയണൽ പ്ലെയറാണ്. അപ്പം അവരുടെ ഈ പവറിനെ, ശക്തിയെ അവർ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ആശങ്ക ഇസ്രായേലിനുണ്ട്. അപ്പോൾ ഈ മൂന്ന് പ്രധാന ഭീഷണികൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ വർദ്ധിച്ചു വരുന്ന ഒരു ശക്തിയെ അല്ലെങ്കിൽ അധികാരത്തെ ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുക എന്നുള്ളൊരു തന്ത്രം ഇസ്രായേൽ ആവിഷ്കരിക്കുന്നതും. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഈ നടത്തുന്ന മിലിറ്ററി സ്ട്രൈക്ക് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പല പല അറബ് രാജ്യങ്ങളിലെയും
സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ സഹായം നൽകി. ഇപ്പൊ വേറൊരു ഇനത്തിലെ കോൺട്രാഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പാകിസ്ഥാനും ഇറാനും തമ്മിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഈ സാമ്പത്തികമായിട്ട് ഈ രണ്ട് രാജ്യങ്ങളും വളരെ ദുരവസ്ഥയിലാണ്. ഇപ്പം ഇറാന്റെ സാമ്പത്തിക അവസ്ഥ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ GDP എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഫോറിൻ കറൻസി റിസർവ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും വളരെ കുറവാണ്. പാകിസ്ഥാനെ നമുക്കറിയാം വളരെ കുറവാണ്. സാമ്പത്തികമായിട്ട് വളരെ ദുരവസ്ഥയിലാണ് പാകിസ്ഥാൻ പോകുന്നത്. പക്ഷെ എന്നിട്ടും പാകിസ്ഥാൻ ഇത്രയും മിലിറ്റൻസ് അല്ലെങ്കിൽ പ്രോക്സീസിനൊക്കെ എങ്ങനെ തീറ്റിപ്പോറ്റാൻ കഴിയുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പം ഇന്ത്യ ഇപ്പോൾ രാജ്യം ഇത്രയും സാമ്പത്തികമായിട്ട് ഭദ്രമായിരുന്നിട്ടും നമുക്ക് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ടും നമുക്ക് ഫണ്ട് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ സാധിക്കുന്നില്ല, ഇല്ലേ? നമ്മുടെ എഡ്യൂക്കേഷണൽ സെക്ടറിന് വേണ്ടിയോ ഹെൽത്ത് സെക്ടറിന് വേണ്ടിയോ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയോ ഒക്കെ നമുക്ക് ഒത്തിരി പണം, ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യമായിരുന്നിട്ടും നമുക്കതിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത്രയും നമ്മൾ സുസ്ഥിരമായിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ഒരു എക്കണോമിക് പവറും ഇല്ലേ വളർന്നു വരുന്നൊരു സാമ്പത്തിക ശക്തിയായിട്ട് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫോറിൻ റിസർവ് എന്നൊക്കെ 10-600 ബില്യൺ ഡോളറിന് മേളിലുണ്ട്. അപ്പോൾ ഇതിന്റെ പകുതിയുടെ പകുതിയിലല്ല പാകിസ്ഥാന്റെ കയ്യിലും ഇറാന്റെ കയ്യിലും എന്നുള്ളത്. എന്നിട്ട് ഈ രാജ്യങ്ങൾ ഇത്രയും വലിയൊരു ഇറാൻ ഈ ഒരു റീജിയണൽ പ്ലെയറായിട്ട് എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു അതിശയിപ്പിക്കുന്ന കാര്യമാണ് ശരിക്കും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. കാരണം അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. കാരണം ഒന്നാമത് അമേരിക്കയുടെയും യൂറോപ്പിന്റെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ സമ്പത്ത് എന്താ പറയുന്നത്, ഇക്കണോമിക് സാങ്ഷൻസ്, സാമ്പത്തിക ഉപരോധം ഇറാൻ നേരിടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് ഈ മറ്റു രാജ്യങ്ങളെ പോലെ ഫ്രീ ആയിട്ട് ഗ്ലോബൽ എക്കോണമിയിൽ ക്രയവിക്രയങ്ങൾ നടത്താൻ സാധിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വരുമാനങ്ങൾ കുറയും, സാമ്പത്തിക വളർച്ച കുറയും, വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അവരുടെ ഫോറിൻ കറൻസി വളരെ എന്താണ് പറയുക വളരെ കുറവാണ്. ഇങ്ങനെയുള്ള രാജ്യത്തിനൊക്കെ പക്ഷേ ഇത്രയും ഈ പറഞ്ഞ പ്രോക്സി വാറിൽ ഏർപ്പെടാൻ ഈ രാജ്യങ്ങൾക്കൊക്കെ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് അതിശയമായിട്ടുള്ള കാര്യമാണ്. ഞാനത് പ്രത്യേകിച്ച് നമ്മൾ ഇറാനെയും പാകിസ്ഥാനെയും കണക്കെടുത്തു കഴിഞ്ഞാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന വളരെ കോൺട്രാഡിക്ഷൻ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പല രാജ്യങ്ങൾ, ഇപ്പോൾ സിറിയ, ലെബനൻ, ഇപ്പോൾ ഈ പറഞ്ഞ പലസ്തീൻ, ഇറാഖ്, പിന്നെ യമൻ, ഇതുപോലുള്ള പല രാജ്യങ്ങളിലും ഇറാന്റെ സാന്നിധ്യമുണ്ട്, ഇറാന്റെ പ്രോക്സീസ് ഉണ്ട്. അപ്പം ഇതിനെല്ലാം സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും സഹായം നൽകണം. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യമെന്ന രീതിയിൽ ഇറാൻ ഇത് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ആശങ്ക ഇസ്രായേലിന്റെ മാത്രമല്ല, ഈ പറഞ്ഞ സൗദി അറേബ്യക്കും മറ്റ് പല രാജ്യങ്ങൾക്കും ഒക്കെ തന്നെ ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇറാന്റെ ഈ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ഈ പല രാജ്യങ്ങളിലും. പിന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച്, നെതന്യാഹുവിനെ സംബന്ധിച്ച് ആഭ്യന്തര പ്രശ്നങ്ങൾ വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. ഗാസയിൽ നടക്കുന്ന യുദ്ധം ഏകദേശം 2 വർഷത്തോളം ആയിട്ടുണ്ട്. 616 ദിവസങ്ങൾ പിന്നിട്ട് നിൽക്കുമ്പോൾ ഇപ്പോഴും ഗാസയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ തമ്മിൽ. അപ്പം ഹമാസിനെ പോലെ ചെറിയൊരു തീവ്രവാദ സംഘടനയെ അവർക്ക് ഒതുക്കുവാനും അടിച്ചമർത്തുവാനും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനും കഴിയുന്നില്ല എന്നുള്ളതായിരിക്കാം യുദ്ധം ഇങ്ങനെ തുടരുന്നതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ വളരെ എതിർപ്പുകളും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ചോദ്യം ചെയ്യലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഹമാസിന്റെ തടങ്കലിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനു പകരം മറ്റ് ലക്ഷ്യങ്ങളൊക്കെ തന്നെയാണ് നെതന്യാഹുവിനുള്ളത് എന്ന് ഇസ്രായേലിലെ തീവ്ര ഹാർഡ് കോറായിട്ടുള്ള റൈറ്റ് വലതുപക്ഷ ഗ്രൂപ്പുകൾ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ നെതന്യാഹുവിനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനും ചില സഖ്യകക്ഷികളും അടുത്തിടെ പറഞ്ഞിരുന്നു. ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച പ്രധാനമന്ത്രിയാണ് ഈ പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹു. അപ്പം വർഷങ്ങളായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും ഇദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും എന്നുള്ളൊരു വാർത്ത ലൈവാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ്, സമ്മർദ്ദങ്ങൾ നേരിടുമ്പോഴാണ് ഇറാന് നേരെയുള്ള ആക്രമണം. അത് സ്വന്തം നാട്ടിലെ വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നെതന്യാഹു നടത്തുന്നത് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്, അതായത് വിലയിരുത്തൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഇറാനെതിരെയുള്ള യുദ്ധതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല, മിലിറ്ററി അവരുടെ തന്ത്രപരമായിട്ടുള്ള കേന്ദ്രങ്ങൾ മാത്രമല്ല, ഉയർന്ന ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ജീവഹാനി സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, പിന്നെ
എന്നാണ് ഈ പറഞ്ഞ പ്രത്യേക മിഷന്റെ പേര്. അത് നമ്മൾ ആദ്യം പറഞ്ഞാണ്. ഏകദേശം 200ഓളം ഫൈറ്റർ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. നേരത്തെ ലെബനനിൽ ഇറാൻ പക്ഷത്തുള്ള ഹിസ്ബുള്ളയെ തകർക്കാനും, കാരണം ഏഹ്, ഹിസ്ബുള്ള ഇറാന്റെ നേതൃത്വത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രോക്സിയാണ്. അപ്പൊ ഹിസ്ബുള്ള ഇപ്പം വാർ തിയേറ്ററിലല്ല. ഇപ്പൊ ഹിസ്ബുള്ളയെ കുറിച്ച് നമ്മൾ റിപ്പോർട്ടുകളൊന്നും കേൾക്കുന്നില്ല. ഹിസ്ബുള്ള ഇസ്രായേലും തമ്മിലുള്ള യുദ്ധങ്ങൾ അത് ഏകദേശം ഒന്ന് സ്റ്റോപ്പ് ആയിരിക്കണം, ഹോൾട്ട് വെച്ചിരിക്കാൻ. അപ്പൊ ഹിസ്ബുള്ളയെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇസ്രായേൽ ഉപയോഗിച്ച തന്ത്രം ഇത് തന്നെയാണ്. ആദ്യം എതിർപക്ഷത്തുള്ള പ്രധാന നേതാക്കളെ, ടോപ്പ് ലീഡേഴ്സിനെ ഇല്ലാതാക്കി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ എപ്പോഴത്തെയും തന്ത്രം എന്ന് പറയുന്നത്. അപ്പം ടോപ്പ് ലീഡേഴ്സ് പോയി കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ നിലംപരിശാകും എന്നുള്ള ഒരു സംശയമില്ല. അപ്പം അങ്ങനെ ടോപ്പ് ലീഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുകയും അങ്ങനെ ആ ശത്രുവിനെ എളുപ്പത്തിൽ കീഴടക്കാം എന്നുള്ളൊരു തന്ത്രം ഇസ്രായേൽ പ്രയോഗിക്കുന്നുണ്ട്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയതും ഇപ്പോൾ ഇറാനിൽ നടത്തിയതുമായ ആക്രമണങ്ങൾ സമാന സ്വഭാവമാണ്. കാരണം ടോപ്പ് ലീഡേഴ്സിനെ മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പ് ലീഡേഴ്സിനെയും അതുപോലെ തന്നെ അവരുടെ ആണവ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂക്ലിയർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പ് ന്യൂക്ലിയർ സയന്റിസ്റ്റിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സൈക്കോളജിക്കൽ വാർ കൂടാണ് തീർച്ചയായും. അപ്പൊ ഈ തന്ത്രമാണ് ഇസ്രായേൽ ഇറാനെതിരെ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഹിസ്ബുള്ളക്കെതിരെയും അല്ലെങ്കിൽ ഹമാസിനെതിരെയൊക്കെ അത് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇറാനിലും കാര്യങ്ങൾ അത്ര നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ലെബനിലെ പോലെ ഇപ്പൊ ഇസ്രായേൽ ലെബനെതിരെ നടത്തിയ യുദ്ധം അതുപോലെ തന്നെ അത്ര എളുപ്പമായിരിക്കത്തില്ല ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ ഇറാനിൽ നിന്ന് ശക്തമായിട്ടുള്ള മറുപടി ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. അത് ഇസ്രായേലിനും അറിയാം, അമേരിക്കയ്ക്കും അറിയാം. ഇറാൻ ഓൾറെഡി വാൺ ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ ബേസ് എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം ഇറാൻ ആക്രമിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അറ്റാക്ക് ഉണ്ടായപ്പോൾ തന്നെയാണ് ട്രംപ് പറഞ്ഞത് കൈവൊക്കെ ഇതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു റോളും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ ബേസ് മാത്രമായിരിക്കത്തില്ല, ഒരുപക്ഷെ സൗദിയും UAE-ലും ഒക്കെ തന്നെ അവരുടെ തന്ത്രപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇറാൻ ഡ്രോണുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മിസൈലുകൾ ഉപയോഗിച്ചോ ആക്രമിക്കാനുള്ള സാധ്യത അത് പ്രതിരോധത്തിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും. അപ്പൊ ഷിയ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം പ്രതികാരത്തിന് മുമ്പ് ചുവന്ന കൊടികൾ ഉയർത്തുന്ന ശീലമുണ്ട്. ഇസ്രായേൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഇറാനിലെ ചില പള്ളികളിൽ ചുവന്ന കൊടികൾ ഉയർന്നത് ഇറാൻ ശക്തമായ തിരിച്ചടി നൽകുന്നതിന്റെ സൂചനയായിട്ട് പ്രതിരോധ വിദഗ്ധർ കാണുന്നുണ്ട്. ഇറാൻ ഡ്രോണുകൾ വിക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട്. യുദ്ധം ഇറാന്റെ ഭാഗത്തുനിന്നും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിലെ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഏത് സമയത്തും ശക്തമായിട്ടുള്ള ഇപ്പൊ ഇറാനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇറാൻ ഒരു ബാലിസ്റ്റിക് മിസൈൽ പവറാണ്. ചൈനയുടെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ടുകൾ ഇറാന് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളുടെ പക്കൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ആയുധങ്ങൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ. അപ്പം ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ തന്നെ പറഞ്ഞ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നുണ്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല, ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങിയപ്പോൾ അത് ട്രംപ് പറഞ്ഞ് ഞാൻ ഇടപെട്ടാണ് ആ യുദ്ധം അവസാനിച്ചെന്ന് പറയുന്നു. പക്ഷേ ഇന്ത്യ അതിനെ എൻഡോസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ട്രംപ് വന്ന 5 മാസം കഴിഞ്ഞിട്ടും ട്രംപിന്റെ വാചകവടി അതുപോലെ നിലനിൽക്കുന്നുള്ളൂ. പക്ഷേ യുദ്ധങ്ങളൊന്നും അവസാനിക്കില്ല. ട്രംപിന് അതിൽ വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഗാസയിലും യുക്രൈനിലും ഒക്കെ തന്നെ യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, പൊരിഞ്ഞ യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ പുതിയൊരു വാർ ഫ്രണ്ട് അല്ലെങ്കിൽ യുദ്ധമുഖം തുറക്കുകയും ചെയ്തു. അപ്പോൾ ഇറാനെ ആക്രമിക്കരുതെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപ് നിരന്തരം പറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ട്രംപിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇത് പലരും കാണുന്നത്. പക്ഷേ നമുക്കത് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതെ, ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ ഇസ്രായേൽ, കാരണം ഇസ്രായേൽ ആയുധങ്ങൾ മുഴുവൻ അമേരിക്കയുടെയാണ്. കാരണം ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കണമെങ്കിലും അമേരിക്കയ്ക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതെ, ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ, അമേരിക്കയുടെയും കൂടെ ഈ ഇന്റലിജൻസും അല്ലെങ്കിൽ അതുപോലുള്ള ഇൻഫർമേഷനൊന്നും ഇല്ലാതെ തന്നെ ഇസ്രായേലിനെ ഈ പറഞ്ഞാൽ ഇസ്രായേൽ മോശം രാജ്യമാണെന്നല്ല പറയുന്നത്, അവർക്ക് സ്വന്തമായി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നമുക്കറിയാം അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ആ റിലേഷൻ്റെ അടിസ്ഥാനത്തിൽ, ആ ബന്ധത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ സാധിക്കും അമേരിക്ക അറിയാതെ എന്തായാലും ഇസ്രായേൽ ഇങ്ങനൊരു മൂവിന്, കാരണം ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ അതുപോലുള്ള
തിരിച്ചടികൾ ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക അറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അമേരിക്ക ഇതിനകത്തിൽ പങ്കില്ല എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇറാനിൽ നടന്ന ഈ നടത്തിയ ആക്രമണങ്ങൾ കാരണം ട്രംപിന്റെ നയങ്ങൾക്കാണ് പിന്നെ തിരിച്ചടി ലഭിച്ചതെന്നാണ് നമ്മുടെ നേരത്തെയുള്ള US പ്രസിഡന്റായിട്ടുള്ള ബരാക് ഒബാമയുടെ വിദേശകാര്യ ഉപദേഷ്ടാൻ ബ്രൈറ്റ് ബ്രുവൻ അടക്കമുള്ളവർ അവരുടെ എതിർ കക്ഷിയിലാണല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഇസ്രായേൽ ആക്രമണത്തിന് മുമ്പ് തന്നെ ട്രംപിന്റെ വിദേശനയങ്ങൾ പാളിയെന്നും ചിലർ ആരോപിക്കുന്നുണ്ട്. കാരണം ഒമാനിൽ വെച്ച് ഞായറാഴ്ച ചർച്ചകൾ നടക്കാനിരിക്കുകയാണല്ലോ ഈ പറഞ്ഞ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു മിലിറ്ററി സ്ട്രൈക്ക് ഉണ്ടായത്. അപ്പോൾ അതിനെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ആയിരിക്കാം അത്. പക്ഷേ ട്രംപിന്റെ വിരോധികളായിട്ടുള്ള അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെ പ്രൊവോക്ക് ചെയ്തായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേലിനെ പ്രലോഭിപ്പിച്ച് എന്താ നമുക്കതിനെ പറയുന്നത്, ആ ഡീപ് സ്റ്റേറ്റിന്റെ എലമെന്റ്സ് ആയിരിക്കും അമേരിക്കൻ ഭാഗത്തു നിന്നുള്ള ട്രംപിന്റെ വിരോധികളായിട്ടുള്ള. കാരണം ഈ ചർച്ചകൾ നടത്തി വിജയകരമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രംപിന്റെ തൊപ്പിലൊരു പൊൻതൂവലായിരിക്കും എന്നാണ്. അപ്പോൾ ട്രംപിന്റെ വലിയ വിജയമായിട്ടായിരിക്കും അതിനെ കാണാൻ സാധിക്കുക. അപ്പോൾ അതിനെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് തന്നെ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഒരുപക്ഷെ ഇസ്രായേലിന്റെ പ്രൊവോക്ക് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഇസ്രായേലിനോട് പറഞ്ഞാലും ഇറാനെ പ്രീഎംറ്റീവ് ആയിട്ടുള്ള മുന്നേ കൂട്ടി ആക്രമിക്കുക എന്നുള്ളത് അങ്ങനെ സംഭവിക്കാം ഈ ചർച്ച അട്ടിമറിക്കാൻ വേണ്ടി. ചർച്ച അട്ടിമറിച്ചു കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ ഇറാനെതിരെ ഇസ്രായേലിന്റെ അറ്റാക്ക് ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇറാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഏകദേശം US-ഉം ഇറാനും തമ്മിൽ ഒരു സമവായത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 6ാം വട്ട ചർച്ച നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതൊരു പ്രോസസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പ്രീഎംറ്റീവ് എന്ന് നമുക്ക് പറയാം, എന്നുവെച്ചാൽ മുന്നേ കൂട്ടിയുള്ള ആക്രമണം, എന്നുവെച്ചാൽ യാതൊരു പ്രൊവോക്കേഷൻ ഇല്ലാതെ, എതിർ ഭാഗത്തു നിന്ന് യാതൊരു പ്രൊവോക്കേഷൻ ഇല്ലാതെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിനാണ് പ്രീഎംറ്റീവ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇസ്രായേലിന്റെ ഒക്കെ തന്നെ ഒരു യുദ്ധതന്ത്രമാണ് എപ്പോഴും കാണുന്നത്. കാരണം ഇന്ത്യയെ പോലെ നമ്മൾ വെയിറ്റ് ആൻഡ് സി ഒന്നുമില്ല. കാരണം പാകിസ്ഥാനെ 15 ദിവസം കൊണ്ടിട്ടാണല്ലോ നമ്മൾ, കാരണം അവർക്ക് എല്ലാ രീതിയിലും എന്താണ് പറയുന്നത് ഉള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ഒരുക്കങ്ങൾ സജ്ജീകരിക്കാൻ സമയം കൊണ്ടിട്ടാണ് ഇന്ത്യ ആക്രമിക്കുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. അങ്ങനെയുള്ള ശത്രു എന്ന് അവർ മുദ്രപരമായ രാജ്യങ്ങൾക്ക് അങ്ങനെ സമയം കൊടുക്കാറില്ല. പ്രീഎംറ്റീവ് ആയിട്ട് തന്നെ കയറിയിരിക്കും. ഇങ്ങോട്ടുള്ള പ്രൊവോക്കേഷൻ ഉണ്ടാകാതെ തന്നെ അങ്ങോട്ട് കയറി താങ്ങുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇവിടെ ഇറാനെതിരെ പ്രയോഗിച്ചിരിക്കുന്നതും. അപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും റിട്ടാലിയേഷൻ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് എത്ര മുന്നോട്ട് പോകും നമുക്കിനിയും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സിന്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും ചർച്ച ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇവിടെ സംസാരിക്കാനുള്ളത്. അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.